ഇനി നമ്മൾ 9ാം ക്ലാസ്സിലെ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 180 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ 9 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വീഡിയോസ് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇംഗ്ലീഷ് മീഡിയം ആദ്യം വായിക്കാം. ഒരു വശത്തിൻ്റെ നീളം മറ്റേ വശത്തിൻ്റെ നീളത്തേക്കാൾ 1 സെൻറ്റിമീറ്റർ കുറവായ ചതുരങ്ങളിൽ ചെറിയ വശത്തിൻ്റെ നീളം x സെൻറ്റിമീറ്റർ എന്നെടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവയുടെ ചുറ്റളവുകൾ p(x) സെൻറ്റിമീറ്റർ എന്നെടുത്ത് x(p(x) ഇവ തമ്മിലുള്ള ബന്ധം കണക്കാക്കുക. ബന്ധം സമവാക്യമായി എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവയുടെ പരപ്പളവുകൾ a(x) ചതുര സെൻറ്റിമീറ്റർ എന്നെടുത്ത് x(a)(x) ഇവ തമ്മിലുള്ള ബന്ധം സമവാക്യമായി എഴുതുക. തേർഡ് ക്വസ്റ്റ്യൻ, p(1), p(2), p(3), p(4), p(5) എന്തെങ്കിലും ക്രമം കാണുന്നുണ്ടോ? ഫോർത്ത് ക്വസ്റ്റ്യൻ, a(1), a(2), a(3), a(4), a(5) എന്നിവ കണക്കാക്കുക. എന്തെങ്കിലും ക്രമം കാണുന്നുണ്ടോ? ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ഇൻ ഓൾ ദ റെക്ടാങ്കിൾ വിത്ത് one side 1 centimeter less than the other, denote the length of the shorter side as 6 centimeter. First question, denote their perimeter as p(x) centimeter and write the relation between x and p(x) as an equation. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഒരു ചതുരണ്ട്. ആ ചതുരത്തിൻ്റെ ഒരു വശം മറ്റേ വശത്തേക്കാൾ 1 സെൻറ്റിമീറ്റർ കുറവാണ്. അപ്പം ഞാൻ ലാർജർ സൈഡും ഒപ്പം വലിയ വശമുണ്ട്. വലിയ വശം അതുപോലെ സ്മോളർ സൈഡ് ചെറിയ വശം. ഒരു വശം മറ്റേ വശത്തേക്കാൾ 1 സെൻറ്റിമീറ്റർ കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ വലിയ വശം x+1 ആണെങ്കിൽ ചെറിയ വശം എന്തായിരിക്കും? 1 സെൻറ്റിമീറ്റർ കുറവാകുമ്പോൾ എന്താണ്? വലിയ വശം x+1 ആവുമ്പോൾ ചെറിയ വശം എത്രയായിരിക്കും? x ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതുവരെ എന്താ പറഞ്ഞത്? ചെറിയ വശം എത്രയാണോ അതിനേക്കാൾ 1 സെൻറ്റിമീറ്റർ ഒരു വശം എത്രയാണോ അതിനേക്കാൾ 1 സെൻറ്റിമീറ്റർ കുറവാണ് മറ്റേ വശം. ഇതിൻ്റെ അർത്ഥം സെയിം അല്ലേ? ചെറിയ വശം ഞാൻ x എന്ന് എടുത്തപ്പോൾ വലിയ വശം ഞാൻ x+1, അതായത് ഈ x+1 കുറവാണ് ചെറിയ വശമായിട്ടുള്ള x എടുത്ത്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇവയുടെ ചുറ്റളവുകൾ p(x) സെൻറ്റിമീറ്റർ എന്നെടുത്ത് x(p(x) ഇവ തമ്മിലുള്ള ബന്ധം കണക്കാക്കുക. അപ്പോൾ ചെറിയ വശം x എന്നും വലിയ വശം x+1 എന്നും എടുത്ത് വലിയ വശം x+1 സെൻറ്റിമീറ്റർ എന്നെടുത്ത് ഇനി ഇവ തമ്മിൽ ചുറ്റളവുകൾ തമ്മിൽ വല്ല ബന്ധം ഉണ്ടോയെന്ന് ചോദിക്കണം. ചുറ്റളവ്. അപ്പോൾ ചുറ്റളവ് അഥവാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പെരിമീറ്റർ ഈക്വൽ ടു എന്ത് ഇക്വേഷൻ? 2 × L+B ഈക്വൽ ടു 2 × നീളം പ്ലസ് വീതി. അപ്പോൾ നീളം x+1 ഈക്വൽ ടു 2 x+1. ഇനി x+x 2x + 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഗുണിക്കുക. 2 × 2x 2x, 2 × 2 4x + 1 × 2 2. ഇനി ചുറ്റളവ് കിട്ടി. ഒപ്പം എന്താണ്? പരപ്പളവ് അഥവാ ഏരിയ ഈക്വൽ ടു എന്താണ്? ലെങ്ത് × ബ്രെഡ്ത്ത്. ലെങ്ത് എത്രയാണ്? x. അടുത്തത് x+1 x × x x² പ്ലസ് x × 1 x. പെരിമീറ്റർ ഞാൻ p(x) എന്ന് എഴുതി. അതേപോലെ തന്നെ ഏരിയ ചുറ്റളവിനെ a(x) എന്ന് ഡിനോട്ട് ചെയ്ത്. ഇതാണ് ഒന്നാമത്തതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ p(x) ആസ് ഇക്വേഷൻ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ. ഇത് ഫസ്റ്റത്തെ ഈ പെരിമീറ്റർ വരെയുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെന്താണ്? ഏരിയ. അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് p(1), p(2), p(3), p(4), p(5) എന്നിവ എന്തെങ്കിലും ക്രമം കാണുന്നുണ്ടോ? അതായത് പെരിമീറ്റർ നമുക്കറിയാം, നേരത്തെ നമുക്ക് കിട്ടിയത് 4x+2 ആണെന്ന്. അപ്പോൾ p(x) പെരിമീറ്റർ ഓഫ് x ഈക്വൽ ടു 4x + 2
ആദ്യം P(1) കാണുക. P(1) ഈക്വൽ ടു എക്സിൻ്റെ അവിടെ എത്ര കൊടുക്കുക? എക്സിൻ്റെ അവിടെ 1 കൊടുക്കുക. 4 × 1 + 2, ഒരു 4 4 + 2 6. P(1) കഴിഞ്ഞാൽ P(2). അപ്പോൾ എക്സിൻ്റെ അവിടെ 2 കൊടുക്കുക. P(4) 4 × 2 + 2, 4 2 6, 4 2 8 2 10. ഇനി P(3) 4 × 3 + 2, 4 3 12, 2 14. P(4) 4 × 4 + 2, 16 4 18. ഇനി P(5) ഈക്വൽ ടു 4 × 5 + 2, 5 4 20, 2 22. അപ്പോൾ നമ്മൾ ഇതിൽ വല്ല ബന്ധം ഉണ്ടോയെന്ന് ചോദിച്ചിരിക്കുന്നത്, പ്രത്യേകത വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ എത്രയാണ്? 2 കൂടെ 4 കൂടെ 6 കൂടെ 4 കൂട്ടിയ 10, 10 കൂടെ 4 കൂട്ടിയ 14, 14 കൂടെ 4 കൂട്ടിയ 18, 18 കൂടെ 4 കൂട്ടിയ 22. എത്ര വീതമാണ് കൂടി വരുന്നത്? 4 വീതം. 4 വർദ്ധിച്ചു വരുന്ന ശ്രേണി. വർദ്ധിച്ചു വരുന്ന ശ്രേണി ഇൻക്രീസ്ഡ് ബൈ 4. ഇതേപോലെ നമുക്ക് 3 കഴിഞ്ഞ് 4ാമത്തെ ചോദ്യം നോക്കാം. ഇതിൽ 4ാമത്തെ പാർട്ട്, അതായത് A(x) നമുക്കറിയാം x² + x ആണ്. ഇതേപോലെ നമ്മുടെ ആദ്യം A(1) കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1² + 1, 1ൻ്റെ സ്ക്വയർ 1, 1 + 1 2. ഇനി A(2) 2² + 2, 2ൻ്റെ സ്ക്വയർ 4, 4 + 2 6. ഇനി A(3) 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് 3ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ പ്ലസ് 3, 3ൻ്റെ സ്ക്വയർ 9, 9 + 3 12. ഇനി A(4) 4² + 4, 4ൻ്റെ സ്ക്വയർ 16, 16 4 20. എക്സിൻ്റെ അവിടെ ഈ പറഞ്ഞ നമ്പേഴ്സ് ഓരോന്നിനും എന്ത് ചെയ്യുക? ഇട്ട് കൊടുത്താൽ മതി. A(5) ഈക്വൽ ടു 5² + 5, 5ൻ്റെ സ്ക്വയർ 25, 5 30. ഈ ശ്രേണി എങ്ങനെയാണ്? 2 4 2 6 12 20 30. ഇതൊക്കെ എന്താണ്? ഇരട്ട സംഖ്യകളായിട്ട് കൂടിക്കൂടി വരുന്ന ശ്രേണിയാണ്. ഇനി ഇരട്ട സംഖ്യകൾ അഥവാ ഇവൺ നമ്പേഴ്സ് തുടർച്ചയായി വരുന്ന ഇരട്ട സംഖ്യകൾ കൂടി വരുന്ന ഒരു സംഖ്യാശ്രേണിയാണ് ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാം? കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം the 4 corners of the rectangle small square of the same size are cut off and the tabs are raised up to make box in the picture below. മലയാളം മീഡിയം വായിക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ചതുരത്തിൻ്റെ 4 മൂലകളിൽ നിന്നും ഒരേ വലുപ്പമുള്ള ചെറു സംയോജനങ്ങൾ വെട്ടിമാറ്റി മേലോട്ടു മടക്കി ഒരു പെട്ടി ഉണ്ടാക്കുന്നു. ഓരോ ചിത്രത്തിലും വശങ്ങളുടെ നീളം 7 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വെട്ടിയെടുക്കുന്ന സംയോജനത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം x സെൻറ്റിമീറ്റർ എന്നെടുത്ത് പെട്ടിയുടെ മൂന്നളവുകൾ എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പെട്ടിയുടെ വ്യാപ്തം V(x) ഘന സെൻറ്റിമീറ്റർ എന്നെടുത്ത് V(x)ഉം തമ്മിലുള്ള ബന്ധം സമവാക്യമായി എഴുതുക. തേർഡ് ക്വസ്റ്റ്യൻ, V(1/2), V(1), V(1.5) ഇവ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ചിത്രത്തിലേക്ക് കിടക്കാം. ഈ ചിത്രത്തിൽ ഇതാണ് ചതുരം ഉണ്ടായിരുന്നത്. ചതുരത്തിൻ്റെ ഈ സൈഡ് മൊത്തം എത്രയാണ്? 7. ഈ മൊത്തം 7 സെൻറ്റിമീറ്ററിൽ ഞാനിവിടെ ഒരു എല്ലാതും ഒരേ സെൻറ്റിമീറ്റർ വീതം മുറിച്ച് കളയുമ്പോൾ ഇവിടെ x സെൻറ്റിമീറ്റർ, ഇവിടെ x സെൻറ്റിമീറ്റർ ഞാൻ എന്ത് ചെയ്യും? മുറിച്ച് മാറ്റും. ഇവിടെ എത്ര തന്നെയാണ്? x വീതമാണ്. മുറിച്ച് മാറ്റിയിട്ട് ഈ ഭാഗങ്ങൾ മടക്കി വെച്ചിട്ട് ഒരു ചതുരം ഉണ്ടാക്കിയിട്ടുള്ള ബോക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. മൊത്തം 7 ആണ്. അപ്പോൾ ഇവിടുന്നും x, ഇവിടുന്നും x എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 7. അപ്പോൾ ഇവിടെ x മൈനസ് x, അപ്പോൾ 7 - 2x എന്ന് വരും ഈ വശം. ഇവിടെ മൊത്തം 5, ഇവിടെയും ഇവിടെയും എക്സും കുറഞ്ഞു വന്നാൽ 5 - x - x, അപ്പോൾ 5 - 2x. ഉയരത്തിൽ എന്ത് വരില്ല? മാറ്റം വരില്ല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം? ചെയ്തു തുടങ്ങാം.
അപ്പോൾ രണ്ടാമത്തേലെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തുടങ്ങാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ എഴുതാം? ഓരോന്നും നമ്മളിപ്പോൾ എഴുതി ഓരോ കാര്യങ്ങൾ നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം. നീളം അഥവാ ലെങ്ത്ത് എത്രയാണ്? 7 - 2x. വീതി ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 5 - 2x. ഉയരം ഹൈറ്റിൽ മാറ്റില്ല x. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിനോട്ട് ക്വസ്റ്റ്യൻ വായിക്കാൻ വെട്ടിയെടുത്ത് നമ്മൾ എഴുത്തിൻ്റെ വശങ്ങളുടെ നീളം x സെൻറ്റിമീറ്ററിനെടുത്ത് പെട്ടിയുടെ 3 അളവുകളും എഴുതുക. അപ്പോൾ നീളം 7 - 2x സെൻറ്റിമീറ്റർ, വീതി 5 - 2x സെൻറ്റിമീറ്റർ, ഉയരം ഹൈറ്റ് x സെൻറ്റിമീറ്റർ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് പെട്ടിയുടെ വ്യാപ്തം v of x സെൻറ്റിമീറ്റർ എന്നെടുത്ത് എക്സും v of x തമ്മിലുള്ള ബന്ധം കണ്ട് പിടിക്കുക. അപ്പോൾ v of x ആണ് എന്ത്? വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ v of x ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് 7 - 2x ഇൻറ്റു 5 - 2x ഇൻറ്റു x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഗുണിക്കാൻ പോവുകയാണ്. 7 × 5 35 മൈനസ് 2 × 7 2 7 14x മൈനസ് 2x × 5 മൈനസ് 10x മൈനസ് മൈനസ് പ്ലസ് 4 2 2 4 x × x സ്ക്വയർ ഇൻറ്റു എക്സ് ഈക്വൽ ടു 35 മൈനസ് 14x പ്ലസ് 10x 24x പ്ലസ് 4x സ്ക്വയർ ഇൻറ്റു എക്സ്. ഇനി എന്ത് ചെയ്യുക? ഈ എക്സിനെ ഉള്ളിലേക്ക് ഗുണിക്കുക. 35 × x 35x മൈനസ് 24 x ഇൻറ്റു എക്സ് മൈനസ് 24 x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4x സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ്. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. v of 1/2 പിന്നെന്താ കണ്ടത്? v of 1.5. ഇത്രയാണ് നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. അപ്പം ആദ്യം v of 1/2 കാണാം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം v of 1/2 v of 1 v of 1.5 ഇത്രയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആദ്യം v of 1/2 കാണാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ എന്തായിരുന്നു? 7 - 2x ഇൻറ്റു 5 - 2x ഇൻറ്റു എക്സ്. അപ്പോൾ ഇവിടെ എഴുതാം 7 - 2x ഇൻറ്റു 5 - 2x ഇൻറ്റു എക്സ്. എക്സിൻ്റെ അവിടേക്ക് എത്ര കൊടുക്കുക? 1/2 കൊടുക്കുക. 7 - 2 ഇൻറ്റു 1/2 ഇൻറ്റു 5 - 2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2. ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 2 2/2 1. അപ്പോൾ 7 1 പോയി കഴിഞ്ഞാൽ 6 ഇൻറ്റു ഒരു 2 2/2 1 5 1 പോയാൽ 4 ഇൻറ്റു അര. ഇനി 6 4 24 24 ഇൻറ്റു 1 24ൻ്റെ പകുതി 12 ഘന സെൻറ്റിമീറ്റർ ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി അതിലടുത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് v of 1 ആണ്. ഈക്വൽ ടു 7 - 2 ഇൻറ്റു 1 ഇൻറ്റു 5 - 2 ഇൻറ്റു 1 ഇൻറ്റു 1. എക്സിൻ്റെ അവിടെയൊക്കെ 1 കൊടുക്കുക. ഈക്വൽ ടു 7 മൈനസ് ഒരു 2 2 ഇൻറ്റു 5 - 2 ഇൻറ്റു 1. 7 2 പോയി കഴിഞ്ഞാൽ 5
5 ഇൻറ്റു 5 2 പോയി കഴിഞ്ഞാൽ 3 ഇൻറ്റു 1 5 15 ഘന സെൻറ്റിമീറ്റർ. നമ്മൾ മൂന്നത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വി ഓഫ് 1/2 ഈക്വൽ ടു 7 മൈനസ് 2 ഇൻറ്റു 1/2 ഇൻറ്റു 5 മൈനസ് 2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 എക്സിൻ്റെ അവിടെയൊക്കെ 1.5 കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഈ 1.5 നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 3/2 കിട്ടും. അതായത് 1 ഇൻറ്റു 2 2 കൂടെ 1 കൂട്ടിയ 3/2. 1 ഇൻറ്റു 2 2, ആ 2 കൂടെ 1 കൂട്ടി 3/2. അപ്പോൾ 7 മൈനസ് 2 ഇൻറ്റു 3/2 ഇൻറ്റു 5 ഇൻറ്റു 5 മൈനസ് 2 ഇൻറ്റു 3/2 ഇൻറ്റു 3/2. ഇനി ഈ രണ്ടും ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ ബാക്കി 7 മൈനസ് 3 ഇൻറ്റു രണ്ടും ക്യാൻസൽ ആക്കിയ 5 മൈനസ് 3 ഇൻറ്റു 3/2 ഈക്വൽ ടു 7 3 പോയി കഴിഞ്ഞാൽ 4, 7 3 പോയി കഴിഞ്ഞാൽ 4 ഇൻറ്റു 5 3 പോയി കഴിഞ്ഞാൽ 2 ഇൻറ്റു 3/2. 2 ഇൻറ്റു 4 8, 8 ഇൻറ്റു 3 8 ഇൻറ്റു 3/2 3 8 24, 24 പകുതി 12. ഇതൊന്നുകൂടി വേണമെങ്കിൽ പറഞ്ഞാൽ ഇവിടെ സൈഡിൽ ചെയ്ത് കാണിക്കാം. 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 ഇൻറ്റു 2 പ്ലസ് 1/2. ഒരു 2 കൂടെ 1 കൂട്ടിയ 3/2. അങ്ങനെയാണ് ഇവിടെ 3/2 വന്നത്. ഇതാണ് സെക്കൻഡ് ചോദ്യത്തിലെ തേർഡ് പാർട്ടായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ഓൾ റെക്ടാങ്കിൾ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്ത് എ റോപ്പ് ഓഫ് ലെങ്ത് 1 meter. Denote the length of one side as x centimeter and the area enclosed by the rope as a of x square centimeter. First question, write the relation between x and a of x as an equation. Second one, why are a of 10 and a of 14 the same number? Third question, to get the same number as a of x when x is taken as two different numbers, what should be the relation between the number? മലയാളം മീഡിയം വായിക്കാം. 1 മീറ്റർ നീളമുള്ള കയറ് കൊണ്ട് ഉണ്ടാക്കാനാവുന്ന ചതുരങ്ങളുടെ ഒരു വശത്തിൻ്റെ നീളം x സെൻറ്റിമീറ്ററും. അപ്പോൾ ഒരു വശം എന്താണ്? ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ് ഒരു ചതുരത്തിൻ്റെ ഒരു വശം x എന്നെടുത്ത്, അപ്പോൾ വൺ സൈഡ് x എന്നെടുത്ത് ഒരു വശം x എന്നെടുത്ത എന്നും ചതുരത്തിനകത്തെ പരപ്പളവ് length, denote the length as x and the area enclosed by a of x എന്നെടുക്കുക. എക്സും a of x തമ്മിലുള്ള ബന്ധം സമവാക്യമായിട്ട് എഴുതുക. അപ്പോൾ ആദ്യം ഒരു ചതുരത്തിൻ്റെ നീളം എന്തെടുത്ത് x എന്ന് എടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൺസിഡർ ഓൾ സൈഡ് ഓഫ് റോപ്പ് 1 meter. Denote the length of one side as x meter and area enclosed by a of x. അങ്ങനെയാണെങ്കിൽ എക്സും a of x തമ്മിലുള്ള ബന്ധം എന്ത് എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഒരു കയറിൻ്റെ നീളം എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 1 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 meter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 centimeter ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 100 centimeterൽ 1 meter പറഞ്ഞാൽ 100 centimeter ആണ്. അപ്പോൾ ആ കയറിനെ 100 centimeter കയറിനെ എന്താക്കി മാറ്റണത്? ഒരു ചതുരാക്കി മാറ്റണത്. അപ്പോൾ നമുക്ക് പല അളവിലും എന്ത് ചെയ്യാം? റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഇപ്പം 30 ഇവിടെ 40 എടുക്കാം,
അല്ലെങ്കിൽ 45 45, ഇവിടെ 45 45 90, 5 5 ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ പെരിമീറ്റർ ഇപ്പോൾ എത്രയാണ് വേണ്ടത്? 100. പെരിമീറ്റർ ഈക്വൽ ടു 2 × L+B എന്ന് എഴുതി. അപ്പോൾ 2 × L+B ഈക്വൽ എത്രയാണ്? 100 × 2 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ. അപ്പോൾ L+B ഈക്വൽ ടു 100/2, L+B ഈക്വൽ ടു 50. അപ്പോൾ B ഈക്വൽ ടു 50. ഈ ലെങ്ത്ത് എന്താണ്? എക്സ് ആണ്. നേരത്തെ ഒരു വശം എക്സ് ആണെന്ന് എടുത്തിട്ടുണ്ട്, ലെങ്ത് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ B ഈക്വൽ ടു 50 - x എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തെ ചോദ്യം റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് A of x. എക്സും A of x തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് നമുക്ക് എത്രയാണ്? ലെങ്ത് ആണ് എക്സ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ എക്സ് ഇൻറ്റു 50 - x. അപ്പോൾ എക്സ് ഇൻറ്റു 50 50x മൈനസ് എക്സ് ഇൻറ്റു എക്സ് x² എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ആർ A of 10 A of 14 ആർ സെയിം നമ്പർ? എന്തുകൊണ്ടാണ് A of 10ഉം A of 14ഉം സെയിം നമ്പർ ആവാനുള്ള കാരണം എന്താണ്? A of 10 കണ്ടുപിടിക്കുക. A of 10 എന്താണ്? എക്സ് ഇൻറ്റു 50 - x. അപ്പോൾ A of 10 ഈക്വൽ ടു എക്സ് ഇൻറ്റു 50 - x ഈക്വൽ ടു 10 × 50 - 10. 50 10 പോയി കഴിഞ്ഞാൽ 40. 10 × 40 ഈക്വൽ ടു 400 എന്ന് കിട്ടി. ഇനി A of 14. അപ്പോൾ A of 14 കൊടുക്കുമ്പോൾ 40 × 50 - 40. 50 40 പോയി കഴിഞ്ഞാൽ 10. അപ്പോൾ 40 × 10 എത്രയാണ്? 400 എന്ന് കിട്ടി. ഇവിടെ എടുത്ത രണ്ട് വശങ്ങൾ, ചോദ്യത്തിൻ്റെ രണ്ട് വശങ്ങൾ 10 40 അതുകൊണ്ട് ഇത് കൂട്ടിക്കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടും? കൂട്ടിക്കഴിഞ്ഞ് 10 + 40 കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടും. അതുകൊണ്ട് ഈ A of 10ഉം A of 40 എന്താണ്? ഈക്വൽ ആണ്. അടുത്തത് 4ാം ചോദ്യം, ടു ഗെറ്റ് സെയിം നമ്പർ A of x ആൻഡ് x ടേക്കൺ ഡിഫറെൻറ്റ് നമ്പേഴ്സ്, വാട്ട് ഷുഡ് ബി ദ റിലേഷൻ? അതായത് A of എക്സും സെയിം ആയിട്ട് വരുന്ന വേറെ നമ്പറുകൾ നമുക്ക് എടുത്ത് ഇതേപോലെ കിട്ടും നോക്കി നോക്കുക വേണ്ടത്. അതായത് ടു ഗെറ്റ് സെയിം നമ്പർ ആസ് A of x വെൻ വി x ടേക്കൺ ടു ഡിഫറെൻറ്റ് നമ്പേഴ്സ്, ദ സം ഓഫ് ദ നമ്പേഴ്സ് മസ്റ്റ് ബി 100. കൂട്ടിയാൽ 50 കിട്ടുന്ന ഏഴ് സംഖ്യകളിൽ എടുത്തു കഴിഞ്ഞത് എന്താണ്? ഈ പറഞ്ഞത് എന്തായിരിക്കും? ഇതുപോലെ ശരിയായിരിക്കും. കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടണം. അപ്പോൾ 20 കൂടെ 30 കൂട്ടിക്കഴിഞ്ഞാൽ 50 അപ്പോൾ നേരത്തെ കൊടുത്ത പോലെ ആദ്യം A of 20 കാണുക. അപ്പോൾ 20 × 50 - 20 നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യുക. എക്സിൻ്റെ അവിടെ എത്ര കൊടുക്കുക? ആദ്യം 20 കൊടുത്തു കഴിഞ്ഞാൽ 20 × 30. ഇവിടെ ആണെങ്കിലോ 30 × 50 30 പോയി കഴിഞ്ഞാൽ 20. രണ്ട് എത്രയാണ്? 600. ഒരു എക്സാമ്പിൾ എടുത്തിട്ട് കാണിച്ചതാണ്. അപ്പോൾ കൂട്ടിയാൽ 50 കിട്ടുന്ന ഏത് നമ്പറിനും ഈ കണ്ടീഷൻ എന്തായിരിക്കും? ശരിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ പോളിനോമിയിലെ പേജ് നമ്പർ 180 181 വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.